നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ മറ്റൊരു യോഗത്തിലേക്ക് നമുക്ക് വീണ്ടും ഇത്രയും പേർക്ക് കടന്നു വരുവാനും ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ TBFൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് നമ്മുടെ മധ്യ വചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കുട്ടമലയിലെ കർത്താവിൻ്റെ ദാസൻ ഗോഡ്സൺ സോഹനും കുടുംബവും വന്നിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നതിന് വേണ്ടി പേർക്കട സഭയിലെ ജേക്കബ് അംഗലിനെ ക്ഷണിച്ചോളൂ. പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ ഞങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യാൻ തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് നല്ല വചനങ്ങളാൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ വചനം പറയുന്ന ദാസനെയും കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഓരോ പേരായി കർത്താവെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ഇനിയും വരുവാനുള്ളവരെയും കർത്താവ് തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരണമേ. പാട്ടുപാടുന്നവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാം നല്ല നല്ല നന്മയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾക്ക് അധികമായിട്ട് കർത്താവിനെ ആസ്വദിപ്പാൻ തക്കണം. കർത്താവെ ഈ സായങ്കാലം സമയം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. പ്രശ്നസങ്കീർണമായ ഒരു ലോകത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്കറിയാം വളരെയധികം പ്രയാസങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ലായ്മ, രോഗത്തിൻ്റെതായ പ്രയാസങ്ങൾ, വിവിധ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നയിക്കുന്ന ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ദൈവമക്കളായ നമുക്ക് മാത്രമാണ് ഒരു സമാധാനവും സ്വസ്ഥതയും ഉള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്. ഈ ലോകത്തിലെ എത്ര കഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് നിശ്ചയമാണ്, ഇതെല്ലാം നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. ഈ ഭൂമിയിലെ ജീവിതവും ദൈവം നമുക്ക് ഒരുക്കിയ നിത്യതയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് ക്ഷണത്തിൽ തീരുന്ന ജീവിതമാണ്. ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നാം ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ വരവ് താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല കാരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സമയമായിട്ടില്ല, ഇനിയും അനേകം സുവിശേഷം കേൾക്കാനുണ്ട്, ചിലരും കൂടെ ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരാനുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലാണെങ്കിലും ദൈവമക്കളായ നമുക്ക് ആ കർത്താവിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് പറഞ്ഞതുപോലെ അവൻ വേഗം വരും. കർത്താവിൻ്റെ രണ്ടാം വരവിനെ പ്രകീർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ AB സഹോദരൻ നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. എന്തിഹ താമസം ചെയ്തിടുന്നു വിഭോ, വന്നിടാനിതു എന്തിഹ താമസം ചെയ്തിടുന്നു വിഭോ, വന്നിടാനിതു വസരമല്ലോ, വന്നിടാനിതു വസരമല്ലോ. നിന്നുടെ വരവിനെ തന്നെ ഞാൻ കാത്തു നിന്നിടുന്നിതാ, നീ ദയ ചെയ്യുക. വന്നിടാനിതു വസരമല്ലോ, വന്നിടാനിതു
വാസരമല്ലോ. വാനിയെന്നുമാദിയിൽ വിളിച്ച വാനോർനാഥ നിൻ വാഹനമെങ്ങോ. വാനിയെന്നുമാദിയിൽ വിളിച്ച വാനോർനാഥ നിൻ വാഹനമെങ്ങോ. വരവണയും തോറും വാഞ്ചയാ നോക്കി, വരവണയും തോറും വാഞ്ചയായി നോക്കി. വാണി ഭൂമിയിൽ കേണിടുന്നഹം, വാണി ഭൂമിയിൽ കേണിടുന്നഹം. എന്തിഹ താമസം ചെയ്തിടുന്നു വിഭോ, വന്നിടാനിതു വാസരമല്ലോ. വന്നിടാനിതു വാസരമല്ലോ. സാലേം നായക സാദരം നീയൻ, സാദമകറ്റിവൻ മോദമരുൾക. സാലേം നായക സാദരം നീയൻ, സാദമകറ്റിവൻ മോദമരുൾക. ഖേദമകലും തിരുനാദമതേ, ഖേദമകലും തിരുനാദമതേ. ശ്രവി ചാനന്ദിക്കുവാൻ നീ കൃപ ചെയ്യുക, ആനന്ദിക്കുവാൻ നീ കൃപ ചെയ്യുക. എന്തിഹ താമസം ചെയ്തിടുന്നു വിഭോ, വന്നിടാനിതു വാസരമല്ലോ. വന്നിടാനിതു വാസരമല്ലോ. വാനിൽ വാനവരോടധിഘോഷമായിറങ്ങും ദിനമോർത്തിടുന്നേ ഞാൻ. വാനിൽ വാനവരോടധിഘോഷമായിറങ്ങും ദിനമോർത്തിടുന്നേ ഞാൻ. ആയതു നിനയ്ക്കുമ്പോൾ ആതുരനാവേൻ, ആയതു നിനയ്ക്കുമ്പോൾ ആതുരനാവേൻ. ആ നാളെന്നുമേ കാണാനാമം, ആ നാളെന്നുമേ കാണാകും മമ. എന്തിഹ താമസം ചെയ്തിടുന്നു വിഭോ, വന്നിടാനിതു വാസരമല്ലോ. വന്നിടാനിതു വാസരമല്ലോ. നാം അറിയുന്നത് പോലെ മനുഷ്യൻ്റെ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ജീവിതത്തിലെ പാപമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു, ദൈവികമായ ബന്ധത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നു. പാപത്തിന് പരിഹാരം കാണാത്ത ആർക്കും തന്നെ യഥാർത്ഥമായ ദൈവികമായ സന്തോഷവും സമാധാനവും ആസ്വദിക്കുവാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നാം അറിയുന്നത് പോലെ മനുഷ്യൻ്റെ പാപമോചനമാണ്. അതിൻ്റെ അനന്തര ഫലമായ ശാശ്വത സന്തോഷവും സമാധാനവും മനുഷ്യന് നൽകാൻ വേണ്ടിയാണ്.
മനുഷ്യൻ അനുഭവിക്കുന്ന മറ്റൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ്. ലോകത്തിലെ എല്ലാവരും കൈവിട്ടാലും ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ധൈര്യത്തോടുകൂടെ പറഞ്ഞത് കർത്താവ് മാത്രമാണ്. അങ്ങനെ പറയാൻ ത്രാണിയുള്ളത് കർത്താവിന് മാത്രമാണ്. മറ്റാർക്കും അങ്ങനെ ഒരു വാഗ്ദത്തം അന്യോന്യം നൽകാൻ സാധിക്കുകയില്ല. അമ്മ മറന്നാലും അപ്പൻ മറന്നാലും ഉറ്റവർ ഉടയവരെല്ലാം നമ്മെ മറന്ന് ഉപേക്ഷിച്ചാലും ഒരിക്കലും മറക്കാത്ത, എന്നും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് ഏറ്റവും വലിയവരാണ്. ഈ അർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി പാടി കേൾപ്പിക്കുന്നത് പ്രിയ കർത്താവിൻ്റെ ദാസൻ നബി സോരൻ തന്നെയായിരിക്കും. ഒരു തമിഴ് ഗാനം നമുക്കിപ്പോൾ പാടി കേൾക്കാം. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா. மனிதரை மிழிக்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா. மனிதரை மிழிக்கவே பரலோகம் திறக்கவே சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தாஸ்தியை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தாஸ்தியை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா. எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே. தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தாலும் அவர் உன்னை வெறுக்க மாட்டார். தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தாலும் அவர் உன்னை வெறுக்க மாட்டார். கரம் பிடித்து நடத்திடுவோர், கண்மலமேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மலமேல் நிறுத்திடுவார். எந்தன் இயேசுவே, 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 எந்தன் இயேசுவே. ദൈവത്തിന് സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടി കേൾക്കുകയും സന്തോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യായിരുന്നു. ഈ കർത്താവിനെ അറിയാനും അവനെ അനുഭവിക്കുവാനും നമുക്കിടയായത് എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണെന്നുള്ളത് നാം പാട്ടിലൂടെ ഓർക്കുകയായിരുന്നു. ആര് മറന്നാലും ഒരിക്കലും മറക്കാത്ത എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ മക്കളാകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഈ സന്തോഷത്തിൽ തുടരാൻ നമുക്ക് ഉത്സാഹിക്കാം. കർത്താവിൽ പിന്നെയും നമുക്ക് ശരണപ്പെടാം. തുടർന്ന് നാം കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുകയാണ്. നേരത്തെ പ്രസ്താവിച്ചതുപോലെ കുട്ടമലയിൽ താമസിച്ച് അവിടെയുള്ള സഭയിലെ സുവിശേഷകനായിട്ട്, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിലകൊള്ളുന്ന കർത്താവിൻ്റെ ദാസൻ ഗോഡ്സൺ സഹോദരനാണ് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. താൻ വിവിധ ബൈബിൾ സ്കൂളുകളിലൊക്കെയും പഠിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ താൻ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് വിവിധ സഭകളിൽ വചനം പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു വരുന്ന ഒരു സഹോദരനാണ്. ഇന്ന് അത് മാത്രമല്ല, ഒരു വാക്കുകൂടെ തന്നെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളത്, നിങ്ങൾ അറിയുന്നത് പോലെ TBBTI ബൈബിൾ സ്കൂളിൻ്റെ മിഷൻ ഡയറക്ടറായിട്ടും കൂടെ താൻ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. കർത്താവിൻ്റെ ദാസനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ ഈ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്ന ദൈവവചന പഠനത്തിൽ എളിയവനായി എനിക്കും ഒരളവിൽ പങ്കാളിയായിട്ട് തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കാണിച്ചു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ സംസാരിക്കുവാൻ പോകുന്ന വിഷയം എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ ഇതിനോടകം നിങ്ങളുടെ കരകളിൽ കെട്ടിയ നോട്ടീസിൽ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ആടിൽ ഒരു പക്ഷേ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓർക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ഉടനീളം നാം പരിശോധിച്ചാൽ ഓർക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന 2 വ്യക്തികളെ വേദപുസ്തകത്തിലുള്ളൂ. ഒന്ന്, കർത്താവ് യേശുക്രിസ്തുവിന് തന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തു കർത്തൃമേശയുള്ള ബന്ധത്തിൽ താൻ പറയുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണമെന്ന് യേശു കർത്താവ് പറയുവാനിടയായിട്ട് തോന്നുന്നു. എന്നാൽ യേശു കർത്താവ് മറ്റൊരാളെ ഓർക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് യേശു കർത്താവ് എന്ന വ്യക്തിത്വത്തിന് വളരെ വിപരീതമായ രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിലാണ് യേശു കർത്താവ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പറയുന്നത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്നാണ്. കർത്താവായ യേശുക്രിസ്തു എന്തുകൊണ്ട് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ സഹോദരിയെ ഓർക്കണം എന്നുള്ളത് അല്ല നമ്മുടെ ഇന്ന് രാത്രിയിലെ വിഷയം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശു കർത്താവ് അവിടെ ആ സംഭവ വികാസങ്ങൾ, അതായത് യേശു കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ പറയുമ്പോഴാണ് ഈ ഒരു വാചകം യേശു കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോത്തിൻ്റെ ഭാര്യയെ ഞാൻ സസൂക്ഷ്മമൊന്ന് നിരീക്ഷിക്കുവാൻ പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ പഠിച്ചപ്പോൾ ഈ ലോത്തിൻ്റെ ഭാര്യയിൽ കണ്ട ചില വസ്തുതകൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വംശാവലികൾ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏകദേശം 6 വംശാവലികൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വംശാവലികൾ പറയുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകത്തിൽ 2 വംശാവലികൾ പറഞ്ഞിട്ടുണ്ട്. ഈ 6 വംശാവലികൾ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം സസൂക്ഷ്മം നിങ്ങൾ പഠിച്ചാൽ അവിടെ ഒരിടത്തു പോലും ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. യേശു കർത്താവ് ഒരു പക്ഷേ രൂത്തിനെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് രൂത്തിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുമായിരുന്നു. യേശു കർത്താവ് പഴയ നിയമത്തിലെ ആദാമിനെ, ഹവയെക്കുറിച്ചോ സാറായെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ വംശാവലിയിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എവിടെ ജനിച്ചു എന്ന് നമുക്കറിഞ്ഞുകൂടാ. ആരാണ് ലോത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ എന്ന് നമുക്കറിഞ്ഞുകൂടാ. മാത്രമല്ല ലോത്തിൻ്റെ ഭാര്യ ഏത് സ്ഥലത്തു നിന്നാണ് വന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒറ്റ കാര്യമാണ് നമുക്കറിയാവുന്നത്, അത് ആ സഹോദരി ലോത്തിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ.
വലിയവനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം. അങ്ങനെ വിളിച്ചു വേർതിരിക്കുന്ന സമയത്ത് 11-ാമത്തെ അധ്യായത്തിലാണ് യഥാർത്ഥത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നത്. ആ വിളിച്ചു വേർതിരിക്കുന്ന സമയത്ത് അബ്രഹാമിനോടൊപ്പം, അബ്രഹാമിൻ്റെ വിളി കേട്ട് അബ്രഹാമിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടൊരു മനുഷ്യനാണ് ലോത്ത്. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്: ലോത്തിൻ്റെ ഭാര്യയും അപ്പോൾ തന്നെ ലോത്തിനോടൊപ്പം, അബ്രഹാമിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇവരുടെ യാത്രാമധ്യയല്ല ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അബ്രഹാം താൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അബ്രഹാമിനോടൊപ്പം തിരിക്കുന്ന ആ സമയത്ത് തന്നെ ലോത്തിൻ്റെ ഭാര്യയും അബ്രഹാമിനോടൊപ്പം അല്ലെങ്കിൽ ലോത്തിനോടൊപ്പം യാത്ര ചെയ്തു പോന്ന സഹോദരിയാണ് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് സോദോം ഗൊമോറ ആ സംഭവങ്ങൾ നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ്. ഈ 12 മുതൽ 19 അധ്യായം വരെ നാം പഠിക്കുമ്പോൾ ഏകദേശം 24 വർഷം സോദോമിൽ ഇവർ വന്ന് താമസിച്ചിട്ട് 24 വർഷം കഴിഞ്ഞു. നിങ്ങളത് പഠിച്ചാൽ മനസ്സിലാകും. അതായത് 12-ാമത്തെ അധ്യായത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് അബ്രഹാമിനെ ബഹുജാതികളുടെ പിതാവാക്കും, ഞാൻ നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തൈ പോലെയും ഒക്കെ ആക്കുമെന്ന് പറഞ്ഞ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ ഇവർ രണ്ടും വേർപിരിയുകയാണ്. അബ്രഹാമും ലോത്തും വേർപിരിയുകയാണ്. അങ്ങനെ ലോത്തും അബ്രഹാമും വേർപിരിഞ്ഞിട്ട് സോദോമിലേക്ക് ലോത്ത് പോകുന്നു. പിന്നെ ലോത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് 19-ാമത്തെ അധ്യായത്തിലാണ്. ഈ 19-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ സോദോമിൽ ലോത്തും കുടുംബവും എത്തിയിട്ട് ഏകദേശം 24 വർഷങ്ങൾ കഴിഞ്ഞു. ഞാനിങ്ങനെ പറയാം, സോദോമിൻ്റെ എല്ലാ വശങ്ങളും നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു ഇവർ. ഈ സോദോമിൽ എന്താണ് പോരായ്മയുള്ളത്, ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ സോദോമിലെ പ്രതികൂലമായ സാഹചര്യം എന്താണ്, സോദോമിലെ നല്ല അവസ്ഥ ഏതാണ് എന്ന് നന്നായി മനസ്സിലാക്കിയ ഒരു കുടുംബമായിരുന്നു ലോത്തിൻ്റെ കുടുംബം. ആ കുടുംബത്തിലെ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്നുള്ളത്. പ്രിയമുള്ളവർ, ഇന്ന് രാത്രിയിൽ നാം ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ നമ്മോടും അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ലോത്തിൻ്റെ ഭാര്യയെ നാം ഓർക്കണം. സാധാരണ പുരുഷന്മാരെക്കുറിച്ച്, യാക്കോബിനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സന്ദേശങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ലോത്തിൻ്റെ ഭാര്യയിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഇത് സഹോദരിമാർ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമാണോ? അല്ല, സഹോദരിമാർ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല, നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ലോത്തിനെക്കുറിച്ച് പറയുന്ന ഒരു വാചകം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് 19-ാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി വരാമെന്നാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. 2 പത്രോസ് 2-ാം അധ്യായം, പത്രോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. പത്രോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു എന്നാണ്. ലോത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ പറയുമ്പോൾ ലോത്തിനെക്കുറിച്ച് പറയുന്നത് ലോത്ത് എങ്ങനെയുള്ള മനുഷ്യനെന്നാണ് പറയുന്നത്. ലോത്ത് മോശമായി ജീവിച്ച ആളെന്നല്ല പറയുന്നത്, ലോത്ത് കൊള്ളരുതാത്തവനെന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നീതിമാനായ ലോത്ത് എന്നാണ്. ഹി വാസ് എ റൈച്ചസ് പേഴ്സൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോത്ത് സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണത്തിൽ താമസിച്ച് മുൻപോട്ട് പോകുമ്പോൾ ലോത്തിനെക്കുറിച്ച് ദൈവാത്മാവ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പത്രോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ആ ലോത്തിനെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നത് മനസ്സിലാക്കണം. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് നിൽക്കുകയാണ്. ആ ഉപ്പുതൂണായിട്ട് നിൽക്കുമ്പോഴാണ് ദൈവാത്മാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വേണമെങ്കിൽ പത്രോസിന് ചോദിക്കാം, കർത്താവേ, ഇവിടെ ഇതാ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അങ്ങനെ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഭർത്താവിനെക്കുറിച്ച് എങ്ങനെയാണ് നീതിമാൻ എന്ന് എഴുതുന്നത് എന്ന് വേണമെങ്കിൽ ദൈവാത്മാവിനോട് പത്രോസിന് ചോദിക്കാമായിരുന്നു. ഇല്ല, പത്രോസ് അങ്ങനെ ചോദിച്ചില്ല. പത്രോസ് ലോത്തിനെക്കുറിച്ച് എന്താണോ ദൈവാത്മാവ് പറഞ്ഞു നൽകിയത് അത് അതേപടി പകർത്തുകയാണ്. നീതിമാനായ ലോത്ത് എന്നാണ്. ഞാൻ ഒന്നാമതായിട്ട് ലോത്തിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നീതിമാനായ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിൽ ലോത്തിൻ്റെ ഭാര്യയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഷീ വാസ് എ വൈഫ് ഓഫ് എ റൈച്ചസ് മാൻ എന്നാണ്. നീതിമാനായ ഒരു വ്യക്തിയുടെ ഭാര്യ.
ഞാൻ ഈ നീതിമാൻ എന്ന വാക്കിനെ കുറിച്ച് ഒന്ന് ഡിക്ഷണറി ഒന്ന് പരിധി നോക്കി. മലയാളം ഡിക്ഷണറിയിൽ നീതിമാൻ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ധാർമ്മികപരമായി ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്ന വ്യക്തിയാണ് നീതിമാൻ എന്നാണ് ലോകത്തിലുള്ള ഡിക്ഷണറികൾ നമുക്ക് വ്യാഖ്യാനമായിട്ട് വിശദീകരിച്ച് നൽകുന്നത്. ധാർമ്മികപരമായി നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നുവോ അയാൾ എന്തോ പറയാം, നീതിമാൻ എന്ന് പറയാം. എന്നാൽ ബൈബിളിൽ നീതിമാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ അല്ല, അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയെ മാത്രം നീതിമാൻ എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ബൈബിൾ നീതിമാൻ എന്ന് പറയുന്നത് 31,173 വാക്യങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രമാണ സൂക്തങ്ങൾ അതേപടി അനുസരിക്കുന്ന വ്യക്തിയെയാണ് ബൈബിൾ എന്തോ പറഞ്ഞ് വിളിക്കുന്നത്, നീതിമാൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോത്തിനെ നിങ്ങളൊന്ന് ഓർക്കണം. പ്രവാചക ശബ്ദങ്ങളൊന്നും കൂടുതലില്ലാത്ത സമയം, ഇത് പഴയ നിയമത്തിലെ ന്യായപ്രമാണമൊന്നും എഴുതി കിട്ടാത്തൊരു സമയം, ഭക്തന്മാർ അങ്ങിങ്ങായി വളരെ ചുരുക്കം പേർ മാത്രമുള്ള ഒരു കാലഘട്ടം, ഇന്നത്തെ പോലെ സ്ഥലം സഭകളോ ഫെലോഷിപ്പ് കൂട്ടായ്മകളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഭക്തന്മാരില്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഭക്തിയുടെ യാതൊരു വേഷവും ധരിച്ച് ജീവിച്ചില്ലേലും കുഴപ്പമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ദൈവം അന്ന് കൊടുത്ത പരിമിതമായ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും പരിമിതമായ ഭക്തിയുടെ നടപ്പും അനുസരിച്ച് നന്നായി ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ഈ ലോത്ത് നടക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ വിളിക്കുകയാണ് ഇവൻ നീതിമാനായ മനുഷ്യൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? ലോത്തിൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ തൻ്റെ ഭർത്താവ് നീതിമാനായതുകൊണ്ട്, തൻ്റെ ഭർത്താവ് നീതിയോടുകൂടെ ജീവിക്കുന്നത് കൊണ്ട് അഭിമാനത്തോടുകൂടെ അവൾ ജീവിക്കേണ്ടവളായിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഷോൾഡറൊക്കെ ഒന്ന് പൊക്കി എൻ്റെ ഭർത്താവ് ഇന്നയാളാണെന്ന് അഭിമാനത്തോടെ പറയേണ്ട ആളായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. പക്ഷേ അവൾ പരാജയപ്പെട്ടു പോയി. ലോത്തിൻ്റെ ഭാര്യ നീതിമാൻ്റെ ഭാര്യയാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയുന്നതിൽ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 1-ാമത്തെ സങ്കീർത്തനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്നാണ്. നീതിമാന്മാരുടെ വഴിയെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം, ലോത്തിൻ്റെ വഴി നന്നായി അറിഞ്ഞൊരു ദൈവം, ആ ലോത്തിൻ്റെ ആ വഴിയെ നടക്കേണ്ട ഈ ഭാര്യ, ഈ സഹോദരി അതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനെറ്റിലൊരു ഒരു അഭിമുഖം കാണുവാനിടയായിട്ട് തോന്നുന്നു. ആ അഭിമുഖത്തിൽ ഒരു ആങ്കറുണ്ട്, രണ്ട് ഭാഗത്ത് രണ്ട് കൂട്ടർ വാദിക്കുന്നുണ്ട്. വിഷയം ഇതാണ്: ഭർത്താവ് വെള്ളമടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കുഴപ്പമാണ്, എൻ്റെ ഭർത്താവ് വെള്ളമടിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഭർത്താവ് അല്പം വെള്ളം അടിച്ചാലും കുഴപ്പമില്ല എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ആ ഡിസ്കഷനിലിരിക്കുന്നവർ. അപ്പോൾ ഒരു ഭാഗത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആ കൂട്ടർ പറയുകയാണ്, എൻ്റെ ഭർത്താവ് വെള്ളമടിക്കാൻ പാടില്ല, ഡീസൻ്റായിട്ട് ജോലി ചെയ്ത് ആ കാശ് മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം, മക്കളോടൊരുമിച്ച് സന്തോഷത്തോടെ സുഖകരമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞത്. എന്നാൽ മറുഭാഗത്തുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അല്പം മദ്യപിക്കാതെ വന്നാൽ ഞങ്ങൾക്കവരെ സ്വീകരിക്കാൻ തന്നെ മനസ്സ് കാണില്ല എന്ന്. അതായത് അവർ പറയുന്നതാണ്, അവരുടെ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തിട്ട് വരണം? മദ്യപിച്ചിട്ട് വരണം, അതവർ ആഗ്രഹിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ തന്നെ രണ്ട് വിഭാഗംപ്പെട്ട ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒന്ന്, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. മറ്റൊരു കൂട്ടർ, ഇല്ല അങ്ങനെ പറ്റത്തില്ല, നന്നായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നൊരു കൂട്ടർ. അവരെ വേണമെങ്കിൽ നമുക്ക് ഈ നീതിമാന്മാരുടെ ഗണത്തിലിടാം. ലോത്തിൻ്റെ കാലഘട്ടത്തിലും ഇതേ രീതിയിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു. നീതിമാന്മാരായി ലോത്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ മറുഭാഗത്ത് കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും ജീവിച്ചില്ലെങ്കിലും സാരമില്ല എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലും അതില്ലേ? നന്നായി ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ, മറുഭാഗത്ത് കുഴപ്പമില്ല, അല്പമൊക്കെ തെറ്റായി ജീവിച്ചാലും അല്പമൊക്കെ മോശമായി ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ നമ്മുടെ ഇടയിലുമുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാന്മാരുടെ വഴി സർവശക്തനായ ദൈവം അറിയുന്നു. ആ നീതിമാൻ കെരീത്ത് തോട്ടിനരികെ ഇരുന്നാൽ അവിടെ അപ്പവും ഇറച്ചിയും കൊടുക്കും ഈ ദൈവം. ആ നീതിമതിയായ സ്ത്രീ സാരാഫാത്തിലാണെങ്കിൽ ആ സാരാഫാത്തിലേക്ക് അവളുടെ ആവശ്യത്തിന് ദൈവദാസനെ പറഞ്ഞയച്ച് ആ സമയത്ത് അവളുടെ ആവശ്യത്തെ സമ്പൂർണ്ണമായി പരിഹരിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ പറഞ്ഞയക്കും. ഒറ്റ നിബന്ധന, നീതിമാനാണോ നീതിമതിയാണോ എന്നുള്ളതാണ്. ലോത്തിൻ്റെ ഭാര്യ
നീതിമാനായ വ്യക്തിയുടെ ഭാര്യ എന്ന അഭിമാനത്തോടെ പറയുന്നതിൽ ലോത്തിൻ്റെ ഭാര്യ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ നീതിമാന്മാരായി ജീവിക്കുമ്പോൾ നമുക്കതിൽ അഭിമാനം തോന്നുവാനിടയാടുത്തീരണം. നമ്മുടെ ഭർത്താവ് സുവിശേഷ പ്രവർത്തകനായി ജീവിക്കുമ്പോൾ നമുക്കതിൽ അഭിമാനം തോന്നുവാനിടയാടുത്തീരണം. നമ്മുടെ മക്കൾ ദൈവത്തിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ അഭിമാനം തോന്നുവാനായിട്ട് ഇടയാടുത്തീരണം. നമ്മുടെ മക്കൾ ദൈവിക വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കതിൽ അഭിമാനം തോന്നുവാനായിട്ട് ഇടയായിട്ട് തരണം. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യേ, ദൈവിക വേലയ്ക്ക് വേണ്ടി പോകണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യേ, ആരാധനയ്ക്ക് മാത്രം പോയാൽ മതി, സഭായങ്ങളിൽ പോയില്ലേലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യേ, അതെല്ലാം അഭിമാനത്തോടുകൂടെ നല്ലതാണെന്ന് വമ്പ് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യേ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുക, നീതിമാനായ ലോത്തിനെ ഓർത്തുകൊള്ളുക, ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അവൾ നീതിമാനായ വ്യക്തിയുടെ ഭാര്യ എന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ അവൾക്ക് പരാജയം സംഭവിച്ചു പോയി. നമുക്കാർക്കും അങ്ങനെ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് ലോത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നതും വായിക്കുന്നതും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മതി. അവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണം. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുവാനായിട്ട് ഇടയാടുത്തീർന്നു. ഒരു കാര്യം അവിടെ നിന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. അവിടെ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതിഥി സൽക്കാരം, അതിൻ്റെ മഹത്വം നന്നായി മനസ്സിലാക്കിയ സ്ത്രീ ആയിരുന്നു ആര്? ലോത്തിൻ്റെ ഭാര്യ. നിങ്ങൾ തൊട്ടടുത്ത അധ്യായം, അതായത് 18-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. ഇപ്പോൾ വായിക്കണ്ട. 18-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം ഒരു ഭക്ഷണം ഒരുക്കുകയാണ്, ഒരു ട്രീറ്റ് ഒരുക്കുകയാണ് ദൈവദാസന്മാർക്ക്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 18-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സാറ പാചകം ചെയ്തു, അബ്രഹാം സാറ എന്തു ചെയ്തു? സഹായിച്ചു. അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. സാറ പാചകം ചെയ്തു, അബ്രഹാം സാറയെ സഹായിച്ചു. എന്നാൽ 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് നേരെ തിരിച്ചായി. ഇവിടെ ആരാ പാചകം ചെയ്യുന്നത്? ഇവിടെ ലോത്ത് പാചകം ചെയ്യുന്നു. ഈ ലോത്തിൻ്റെ ഭാര്യ അവളെ സഹായിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗം നിർത്തുകയാണ്. അവിടെ 2-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവരവിടെ വഴിയോരത്ത് കിടക്കാമെന്ന് വിചാരിച്ചവരാ. പക്ഷേ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ അവരെ വല്ലാതെ നിർബന്ധിച്ചു. അവസാനം ഈ മനുഷ്യൻ്റെ നിർബന്ധം വഴങ്ങി ഈ മനുഷ്യനെ വീട്ടിലേക്ക് ഇവർ ലോത്ത് കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഞാൻ വിചാരിക്കുന്നു, ലോത്ത് ഈ മനുഷ്യരെ, ഈ ദൈവദാസന്മാരെ, ദൂതന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഭാര്യ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാകും. എന്താ പറഞ്ഞിട്ടുണ്ടാകും? നിങ്ങൾ പറ, എന്താ പറഞ്ഞിട്ടുണ്ടാകണം? സാറ പറഞ്ഞതുപോലെയല്ല. സാറ കുക്ക് ചെയ്യാനായിട്ട് അവൾ മെനക്കെട്ടു, മനസ്സ് കാണിച്ചു. ലോത്തിൻ്റെ ഭാര്യ അതിന് മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടാകണം, ഇത് ഞാൻ വേറെ ഒരു പണിയും ഇല്ലേ, ഈ സമയത്ത് ഇവരെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ, അവർ അവിടെ എങ്ങാനും ഗടക്കത്തിലായിരുന്നോ എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ അതിഥി സൽക്കാരത്തിൻ്റെ പ്രാധാന്യത എന്തെന്ന് മനസ്സിലാക്കേണ്ട ഈ സ്ത്രീ, ഈ വന്നിരിക്കുന്ന അതിഥികൾ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ട ഈ സ്ത്രീ അതിൽ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാടുത്തിരുന്നു. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യുന്നതിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, അത് വേണ്ട എന്ന് വെക്കരുത്, അത് മറന്നു പോകുവാനായിട്ട് പാടില്ല. നമ്മൾ അതിഥികളെ സൽക്കരിക്കുവാനിടയായിട്ട് തീരണം. അതിഥികളെ സൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു കൂട്ടായ്മ നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരും. വിശ്വാസികൾ ഒരു വിശ്വാസിയെ സൽക്കരിക്കുമ്പോൾ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ, ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ, സാമ്പത്തികമായി സഹായിക്കുമ്പോൾ, പ്രിയമുള്ളവർ, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ആത്മീയ കൂട്ടായ്മ, ഒരു ഹൃദ്യത ഉണ്ടാകുവാനിട ഇടയാടുത്തീരും. ലോത്ത് ആ ഹൃദ്യത ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ ലോത്തിൻ്റെ ഭാര്യ അതിൽ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാടുത്തീർന്നു. അതിഥികളെ സൽക്കരിക്കുന്നതിൻ്റെ പ്രാധാന്യത എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട സ്ത്രീ ആയിരുന്നു ഈ സ്ത്രീ. ഷീ ന്യൂ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതിഥി സൽക്കാരത്തിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അത് ചെയ്യുന്നതിൽ ലോത്തിൻ്റെ ഭാര്യ പരാജയപ്പെട്ടു പോകുവാനിടയാടുത്തീർന്നു. 21-ാം നൂറ്റാണ്ടിൽ
നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എന്നോടും നമ്മോട് ഓരോരുത്തരോടും ഇന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാചകത്തിലൂടെ ദൈവാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളണം. കാരണം ലോത്തിൻ്റെ ഭാര്യ ഇതിനെ വളരെ ഗൗരവമായി എടുക്കാത്ത ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഇന്ന് രാത്രിയിൽ ഓർക്കണം. ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളണം. കാരണം നീതിമാൻ്റെ ഭാര്യയാണെന്ന് അഭിമാനത്തോടുകൂടെ പറയുന്നതിൽ ലോത്തിൻ്റെ ഭാര്യ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. പിന്നെ എന്താണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കേണ്ടതിൻ്റെ ആവശ്യകത? 19-ാം അധ്യായം 11-ാമത്തെ വാക്യം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 19:11. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരെ പുറത്തേക്ക് ഇറക്കി വിടാനായിട്ട് സോദോമിലുള്ള എല്ലാ ആൾക്കാരും കൂടെ വന്ന് ബന്ധപ്പെടുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവരെ ഭോഗിക്കേണ്ടതിന് വിട്ടുതരണമെന്ന് പറഞ്ഞ് സോദോമിലെ ആൾക്കാർ വല്ലാതെ ലോത്തിനെയും കുടുംബത്തെയും ലോത്തിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അന്ന് രാത്രിയിൽ ലോത്തിൻ്റെ ഭാര്യ കണ്ട ഒരു അത്ഭുതം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടെ കൂടി വന്ന ആബാലവൃദ്ധരും എന്തോ സംഭവിച്ചു? അവരെല്ലാവരും അന്ധരായിട്ട് തീരുവാനിടയായിട്ട് തോന്നുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം നേരിട്ട് കണ്ട സ്ത്രീയാണ് ആര്? ലോത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. ഷീ സോ ദ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നേരിട്ട് കണ്ട ഒരു സ്ത്രീയാണ് ലോത്തിൻ്റെ ഭാര്യ. എന്നിട്ടും ആ സ്ത്രീക്ക് പരാജയം സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയോ പ്രാവശ്യം ഈ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇവരുടെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന എല്ലാവരും അന്ധരായി തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. ദൈവമാണ് ഇടപെട്ടതെന്ന് വ്യക്തമായി ലോത്തിനും കുടുംബത്തിനും ബോധ്യമായി. അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി ഇത് ദൈവമാണ് ഇടപെട്ടതെന്ന്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ അത്ഭുതമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിൽ ഈ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുതലും കാവലും നന്നായി അനുഭവിച്ചറിഞ്ഞവരാണ് ഇസ്രായേൽ ജനത. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ദൈവം കൂടെയുണ്ടെന്ന് നന്നായി അനുഭവിച്ച ഒരു ജനത. നാം വായിക്കുന്നു, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല. അവരെ അത്ഭുതകരമായി ദൈവം അതിശയകരമായി ആ 40 വർഷം മരുഭൂമിയിലൂടെ ദൈവം നടത്തി. പക്ഷേ എങ്കിലും ഈ ദൈവത്തിൻ്റെ അത്ഭുതവും പരിപാലനവും എല്ലാം മനസ്സിലാക്കി ദൈവത്തിൻ്റെ അത്ഭുത കരം ഇവർ കണ്ടിട്ടും ഇവരെന്ത് സംഭവിച്ചു? ഇവർക്ക് പരാജയം സംഭവിച്ചു പോയി. പ്രിയമുള്ളവരെ, പരാജയം സംഭവിച്ചു പോയി. അങ്ങനെ അവർക്ക് പരാജയം സംഭവിച്ചു പോയെങ്കിൽ ഇതൊക്കെ എന്തിനാണ് വേദപുസ്തകത്തിൽ എഴുതി നൽകിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ അത്ഭുത കരം കണ്ട ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പരാജയം സംഭവിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട ഇസ്രായേൽ ജനത്തിന് പരാജയം സംഭവിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? വില്യം മാക്ഡൊണാൾഡ് എന്ന് പറയുന്നൊരു ദൈവദാസൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് വണ്ടേഴ്സ് ഓഫ് ഗോഡ് എന്നാണ്. ആ പുസ്തകത്തിൽ ഒരു സംഭവ കഥ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ സംഭവ കഥ എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഈ മല കയറാനായിട്ട് എല്ലാവരും പോകും. അങ്ങനെ ഒരു സഹോദരി മല കയറാനായിട്ട് പോയി. മല കയറാനായിട്ട് റോപ്പിൽ കയറിൽ തൂങ്ങിയാണ് പോകുന്നത്. അങ്ങനെ കയറിൽ തൂങ്ങി ഈ സഹോദരി മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ യാദൃശ്ചികയിൽ ഇവളുടെ മുഖം കയറിൻ്റെ ഒരു ഭാഗത്ത് തട്ടി ഇവളുടെ കണ്ണിൽ വെച്ചിരുന്ന ലെൻസ് തെറിച്ചു പോകുകയാണ്, താഴോട്ട് പോവുകയാണ്. ഈ ലെൻസ് ഇല്ലെങ്കിൽ ഇവൾക്ക് നല്ലതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ഇവൾ ഒരു വിധേനെ വലിഞ്ഞ് പാറയുടെ മുകളിലെത്തിയിട്ട് ദൈവത്തോട് ഇങ്ങനെ അവൾ പ്രാർത്ഥിക്കുവാനിടയാടും: ദൈവമേ, നിൻ്റെ കണ്ണ് സകലവും കാണുന്നു, നീ മനോഹരമായി ഉണ്ടാക്കിയ പ്രപഞ്ചം, നിനക്കിതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എൻ്റെ ലെൻസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറക്കെ പ്രാർത്ഥിക്കുകയല്ല, നിലവിളിച്ച് കരയുകയല്ല, അവൾ ഹൃദയത്തിൽ അങ്ങനെ ദൈവത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കൂട്ടർ ആൾക്കാർ ഈ പാറ കയറി വരികയാണ്, ഈ മൗണ്ടൻ കയറി വരികയാണ്. അവരിൽ ഒരാൾ ചോദിക്കുന്നു: ഹേയ്, ആരുടെ ലെൻസാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചോദിക്കുക. ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനമാണ്. ഇത് നിലത്ത് വീണാൽ പിന്നെ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വന്നയാൾ ചോദിക്കുകയാണ്: ആരുടെ ലെൻസാണ് നഷ്ടപ്പെട്ടു പോയത്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു: എൻ്റെ ലെൻസാണ്. അപ്പോൾ അവർ ആ ലെൻസ് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവൾ ചോദിച്ചു: ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ ഈ വന്ന ആൾക്കാർ പറയുകയാണ്: ഞങ്ങൾ മല കയറി വരുമ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയിലൂടെ കുറേ ഉറുമ്പുകൾ വരിയായിട്ട് പോകുന്നു. അതിലൊരു ഉറുമ്പിൻ്റെ പുറത്ത് ഈ ലെൻസും വഹിച്ചുകൊണ്ട് ഈ ഉറുമ്പ് ഇങ്ങനെ വരികയായിരുന്നു. എൻ്റെ അടുത്തേക്ക്
എത്തിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മുമ്പേ പോയ ആരുടെയെങ്കിലും ലെൻസ് ആയിരിക്കും ഇതെന്ന് വിചാരിച്ച് ഞാൻ ആ ഉറുമ്പിൻ്റെ പുറത്ത് നിന്ന് ആ ലെൻസ് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നിട്ട് ഈ പെൺകുട്ടി മല ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു. പിതാവ് ഒരു കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹത്തോട് ഈ സംഭവമെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം ഒരു ഉറുമ്പ് ലെൻസുമായി പോകുന്ന ഒരു കാർട്ടൂൺ നന്നായിട്ട് വരച്ചു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാനിടയായിരുന്നു. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഐ ഡോണ്ട് നോ വൈ യു വാണ്ട് ടു ക്യാരി ദിസ്. ഇതിനെക്കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. എന്തിനാണ് ഇതെന്നെ കൊണ്ട് ചുമപ്പിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. എനിക്കിത് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല ഇത് ഭയങ്കരമായൊരു വെയിറ്റാണ്, ഭയങ്കരമായ ഭാരമുണ്ട്. പക്ഷേ നിനക്ക് ഇതെന്നെക്കൊണ്ട് ചുമപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐ വിൽ ക്യാരി എന്ന് ഉറുമ്പ് പറയുന്നതായിട്ട് ഈ കാർട്ടൂണിസ്റ്റ് എഴുതി വെച്ചു. ഞാനിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഇതുപോലെ വിവിധങ്ങളായ വഴികളിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ? എത്രയോ പ്രാവശ്യം നാളെ എങ്ങനെ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാതെ പതറുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? അയ്യോ, കുഞ്ഞുങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാതെ വിഷമിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ബുദ്ധിമുട്ടും പ്രയാസവും സാമ്പത്തിക ക്ലേശവും രോഗവും പട്ടിണിയും വേദനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പക്ഷെ അവിടെയെല്ലാം നമ്മൾ തകർന്നു പോയോ? ഇല്ല. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മൾ കണ്ടിട്ടുണ്ട്. ലോത്തിൻ്റെ ഭാര്യ ഈ ദൈവത്തിൻ്റെ അത്ഭുതകരം കണ്ടിട്ട് ഇത് ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ അവൾക്ക് പരാജയം സംഭവിച്ചു പോയി. അതുകൊണ്ട് കർത്താവ് പറയുക, ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടിട്ട് ഈ ദൈവത്തെ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുഖവില കൊടുക്കാതിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ വാക്കിനെ പ്രമാണിക്കാതിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റിമെമ്പർ ലോട്ട്സ് വൈഫ്. ഇന്ന് രാത്രിയിൽ ലോത്തിൻ്റെ ഭാര്യയെ നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരം കണ്ടിട്ട് മറന്നു കളഞ്ഞ സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. നാലാമതായിട്ട് ലോത്തിൻ്റെ ഭാര്യയിൽ കാണുന്ന നാലാമത്തെ കാര്യം എന്താണ്? 19-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 19-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ന്യായവിധി വാക്ക്, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുന്നറിയിപ്പ് കേട്ട വ്യക്തിയാണ് ലോത്തിൻ്റെ ഭാര്യ. സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ നശിപ്പിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാക്ക് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. ലോത്തിൻ്റെ ഭാര്യ വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടതല്ല ദൈവം. ലോത്തിൻ്റെ കുടുംബത്തോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് ലോത്തിൻ്റെ ഭാര്യയോടും ലോത്തിനോടും കുടുംബത്തോടും ദൈവം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് ദൈവം മുൻപോട്ട് പോകുന്നത്, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവിക ന്യായവിധിയുടെ മുന്നറിയിപ്പ് മനസ്സിലാക്കിയ സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. ഷീ ന്യൂ ദ ഫോർത്ത് കമ്മിങ് ജഡ്ജ്മെൻറ്റ്. വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഭയാനകത എത്രത്തോളം വലുതാണ് എന്ന് ലോത്തിന്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അവൾക്ക് പരാജയം സംഭവിച്ചു പോയി. പ്രിയമുള്ളവരെ, ലോത്തിന്റെ ഭാര്യ എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ലോത്തിന്റെ ഭാര്യ ദൈവീക വാക്കിനെ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കാതെ അടുത്ത ചിന്തയിലേക്ക് ഞാനൊന്ന് പോയി സമയത്തിനെ നിർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ 17-ാമത്തെ വാക്യം 19-ാം അധ്യായം 17-ാമത്തെ വാക്യം അതിനോട് ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. 19-17 മതി. ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ഞാൻ ഒരുമിച്ച് ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. 19-ാം അധ്യായം 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവിക കരുണ ലഭിച്ച സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. ഷീ ഗോട്ട് ദ മേഴ്സി ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ കരുണ എന്താണ് എന്ന് ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കുകയാണ്. കാരണം ദൈവം ഇവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടാക്കുക, ഈ പട്ടണത്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ ഓടിപ്പോകണം, നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരുണ നേരിട്ട് മനസ്സിലാക്കിപ്പിച്ച് കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവിക കരുണ അനുഭവിച്ച അനേക ആൾക്കാരെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അനന്യാസും സഫീറ ദൈവിക കരുണ ലഭിച്ച ഒരു കുടുംബമായിരുന്നു. പക്ഷെ എന്തോ സംഭവിച്ചു? ദൈവവാക്കിനെ ഗൗരവമായിട്ട് എടുത്തില്ല. അവർ ദൈവത്തോട് മറുതലിക്കുവാൻ ഇടയാടുത്തുന്നു, പാപം ചെയ്യുവാൻ ഇടയാടുത്തുന്നു. ദൈവിക കരുണ ലഭിച്ചു എങ്കിലും, ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവിക കരുണ ലഭിച്ചു എങ്കിലും നശിച്ചുപോയി എന്നുള്ളതാണ്. ലോത്തിന്റെ ഭാര്യയ്ക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു എങ്കിലും നശിച്ചുപോയി എന്നുള്ളതാണ്. എന്താ കാരണം? ദൈവത്തിൻ്റെ വാക്ക് ഗൗരവമായിട്ട് എടുത്തില്ല.
സംഖ്യാപുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 32-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പാപഫലം നിങ്ങൾ അനുഭവിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിവിടെ എത്രത്തോളം എൻജോയ് ചെയ്യാമോ, ആസ്വദിക്കാമോ, നിങ്ങൾ ആസ്വദിച്ചോ. പക്ഷേ എന്തുണ്ട് ഇതിന്? ഈ പാപത്തിനൊരു ഫലമുണ്ട് എന്നുള്ളതാണ് ദൈവം പറയുന്നത്. സോദോമും ഗൊമോറയും എന്ന് പറയുന്ന പട്ടണത്തിൽ ലോത്തും കുടുംബവും 24 വർഷം താമസിച്ചപ്പോൾ, ലോത്ത് ഭക്തനായി നീതിമാനായി ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ലോത്തിൻ്റെ ഭാര്യ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോയി. എങ്ങനെയൊക്കെ ലോക ഇമ്പങ്ങളെ ആസ്വദിക്കാവോ അങ്ങനെയൊക്കെ ലോക ഇമ്പങ്ങളെ ഈ ഭാര്യ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആ സോദോം പട്ടണത്തിൽ താമസിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവൾ ആസ്വദിക്കുവാനിടയായിട്ട് തീർന്നു. ദൈവിക ന്യായവിധിയുടെ മുന്നറിയിപ്പിനെ ഗൗരവമായിട്ടുള്ള എടുത്തില്ല. ദൈവിക കരുണയെ വകവച്ചില്ല. ദൈവം കൊടുത്ത കരുണയെ പുച്ഛിച്ച് തള്ളി. അതിന് യാതൊരുവിധമായ ഗൗരവവും ഈ സ്ത്രീ കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നില്ല. പ്രിയമുള്ളവരെ, എത്രയോ പ്രാവശ്യം നമ്മുടെ കർണപുടങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? നമ്മൾ പുച്ഛിച്ച് തള്ളിയിട്ടില്ലേ? കാര്യം വളരെ നിസ്സാരമെന്ന് തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ ഫലം വളരെ വലിയ ഭയാനകമാണ്. അത് വളരെ വലിയ ഭയാനകമാണ്. അവർ വിചാരിച്ചു തിരിഞ്ഞു നോക്കാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒന്ന് തിരിഞ്ഞു നോക്കിയാലും ഒന്നും സംഭവിക്കില്ല, ചെറിയൊരു കമാൻഡ്മെൻ്റ് അല്ലേ, ചെറിയൊരു കൽപ്പനയല്ലേ, ലംഘിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഇവൾ വിചാരിച്ചു. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ കാര്യം അവൾ ചെയ്യുവാനിടയായിട്ട് തീർന്നു. ദൈവം വലുതായി കാണുന്ന ചെറിയ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഒട്ടനേകമുണ്ട്. ദൈവം വലുതായി കാണുന്ന ചെറിയ കാര്യങ്ങൾ. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വന്നാൽ, പുതിയ നിയമത്തിൽ ദൈവം വലുതായി കാണുന്ന ചെറിയ കാര്യങ്ങൾ, ഒരു കാര്യം എന്ന് പറയുന്നത് എബ്രായലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി. ദൈവം വലുതായി കാണുന്ന ചെറിയ കാര്യങ്ങൾ. ലോത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. അതിൻ്റെ ഫലം അപ്പോൾ തന്നെ അവൾ അനുഭവിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം വലുതായി കാണുന്ന ചെറിയ കാര്യങ്ങളിൽ ഒരു കാര്യം: നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. വാസ്തവമായി, ആത്മാർത്ഥമായി നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി, എത്ര പ്രാവശ്യം നമ്മൾ ഉപേക്ഷയായി വിചാരിച്ചിട്ടുണ്ട്? അയ്യോ, ഇന്ന് പോകണ്ട, ചെറിയൊരു തലവേദന വന്നാൽ, ചെറിയൊരു മഴ വന്നാൽ, ചെറിയൊരു എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ പോണ്ട, കുഴപ്പമില്ല, പോയില്ലല്ലോ, അവിടെ നടക്കുമല്ലോ പരിപാടി എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ ഈ ചെറിയ വാക്കുകളായതുകൊണ്ട് മാത്രം നമ്മൾ ഉപേക്ഷയായിട്ട് വിചാരിച്ചിട്ടില്ലേ? പുതിയ നിയമത്തിലേക്ക് തന്നെ നാം കണ്ണോടിക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 5:17 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ എൻ്റെ മോള് ചോദിക്കുക, കണ്ണ് തുറന്നിരുന്നാണോ പ്രാർത്ഥിക്കുന്നത്? അതെ പ്രിയമുള്ളവർ, നമുക്ക് കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവർ, നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുവാനായിട്ട് പാടില്ല. ഇതിൻ്റെ പ്രാധാന്യത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ഈ ചെറിയ കൽപ്പനകളെ പ്രമാണിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. നമ്മുടെ തലമുറകൾ താല്പര്യപ്പെടണം. നമ്മുടെ അടുത്ത ജനറേഷൻ, അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് ഇതിൻ്റെ പ്രാധാന്യത നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയാടുത്തിരണം. പക്ഷെ ലോത്തിൻ്റെ ഭാര്യ ഇത് ചെറുതല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുവാൻ ഇടയായിട്ട് തോന്നുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ദൈവം നമ്മോട് നൽകുന്ന ഈ ചെറിയ കാര്യങ്ങളെ ഗൗരവമായി തന്നെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സ്ത്രീയിൽ കാണുന്ന പൊതുവായ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുകയാണ്. പൊതുവായി ഈ സ്ത്രീയിൽ കാണുന്ന ചില കാര്യങ്ങൾ: ഒന്ന്, സോദോം ഇവൾ വിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഉള്ളിൽ നിന്ന് എന്ത് വിട്ടില്ല? സോദോം വിട്ടില്ല. സോദോം വിട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇവിടെ ഉള്ളിൽ നിന്ന് സോദോം വിട്ടില്ല. ഇവൾ ഓടിപ്പോകുന്ന ഓട്ടത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു, ഏറ്റവും മുമ്പിൽ കുഞ്ഞുങ്ങളായിരിക്കാം ഓടുന്നത്. കാരണം കുഞ്ഞുങ്ങളാണല്ലോ സ്പീഡിന് ഓടാൻ സാധ്യതയുള്ളത്. കുഞ്ഞുങ്ങളായിരിക്കാം ഏറ്റവും മുമ്പിൽ ഓടുന്നത്. രണ്ടാമത് ലോത്തായിരിക്കാം ഓടിയത്. കാരണം ലോത്ത് ഓടാതിരുന്നിരുന്നുവെങ്കിൽ ഇവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ലോത്ത് മനസ്സിലാക്കി കാണണം ഇവൾ ഉപ്പുതൂണായിട്ട് തീർന്നത്. അപ്പോൾ ലോത്ത് ഒന്നുകിൽ ആ ഉപ്പുതൂണിനെ ഒന്ന് കുലുക്കി നോക്കാനൊക്കെ ശ്രമിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ലോത്ത് മനസ്സിലാക്കുന്നത് അങ്ങ് പോയിട്ടോ, സോവർ പട്ടണത്തിൽ പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഭാര്യതയെ ഉപ്പുതൂണായിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഏറ്റവും മുമ്പിൽ മക്കൾ, രണ്ടാമത് ലോത്ത്, മൂന്നാമത് ഈ ലോത്തിൻ്റെ ഭാര്യ ഓടുകയാണ്. ഇവൾ ഓടി അങ്ങോട്ട് മുൻപോട്ട് പോയപ്പോൾ ഇവിടെ മനസ്സിലേക്ക് അറിയാതെ ചിന്തകൾ പലത് കടന്നു വന്നു. അയ്യോ, എൻ്റെ സാധന സാമഗ്രികളെല്ലാം എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. 24 വർഷം
അധ്വാനിച്ച് എല്ലാം ഞാൻ വിട്ടിട്ടാണ് പോന്നിരിക്കുന്നത്, എനിക്കെല്ലാം എടുക്കാനായിട്ട് സാധിച്ചില്ല. ഈ ആവലാതി, ഈ വ്യാകുലത ഇവളെ വല്ലാതെ അലട്ടി. അപ്പോൾ ഇവൾ സ്വാഭാവികമായി ദൈവത്തിൻ്റെ കൽപ്പന മറന്നു. മനഃപൂർവ്വം മറന്നതല്ല, ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇവളെ വല്ലാതെ സ്വാധീനിച്ചപ്പോൾ, ചിന്താകുലയാക്കിയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ ഇവൾ മനഃപൂർവ്വമല്ലാതെ മറന്നു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ലോക ഇമ്പം നമ്മളെ തേടുമ്പോൾ, ലൗകികമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായി അറിയാതെ ദൈവീക കൽപ്പനകൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അത് നമുക്കറിയാം. ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ദൈവവചനത്തെ മനഃപൂർവ്വമല്ലാതെ തന്നെ മറന്നു പോകാറുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരും ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. സോദോം വിട്ടു, പക്ഷേ ഇവിടെ ഉള്ളിൽ നിന്ന് സോദോം വിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടില്ല. നമ്മുടെയും പലപ്പോഴും നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാടാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ പഴയ മനുഷ്യൻ കടന്നു വരാനായിട്ട് ഇടയാടുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരായിരുന്നു, രക്ഷിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു പോയി, ദൈവസഭയിലായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാമായിരുന്നു. പ്രിയമുള്ളവർ, നമ്മൾ പലപ്പോഴും ആ പഴയ മനുഷ്യനെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ലേ? നമുക്ക് നമ്മിലേക്കൊന്ന് തിരിയുവാൻ ഇടയാടുത്തിട്ടുണ്ട്. രണ്ടാമത്, ഈ സ്ത്രീയിൽ പൊതുവായി കാണുന്ന രണ്ടാമത്തെ കാര്യം, ദൈവവാക്കിനെ ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ദൈവം കൊടുത്ത പ്രമാണത്തെ, ദൈവം പറഞ്ഞ വാക്കുകളെ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, ഗൗരവമായിട്ട് എടുത്തില്ല. കുഴപ്പമില്ല, അല്പം നെഗ്ലക്റ്റ് ചെയ്താലും അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ഇവൾ ചിന്തിക്കാനായിട്ട് തോന്നുന്നു. വേദപുസ്തകം പരിശോധിച്ചാൽ ദൈവവാക്കിനെ ഗൗരവമായിട്ട് എടുക്കാത്ത അനേക ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യോനയോട് ദൈവം പറയുക, നിനവയിലേക്ക് പോകണം. യോന പറയുന്നോ, എനിക്ക് പറ്റില്ല, ഞാൻ തർശീശിലേക്ക് പോകും. ദൈവം കൊടുത്ത വാക്കിനെ ഗൗരവമായിട്ട് എടുത്തില്ല. എന്തായിരുന്നു ശിക്ഷ? എടുത്ത് ആ കടലിലേക്ക് എറിഞ്ഞു. തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കഴിയേണ്ടതായിട്ട് വന്നു. ഗൗരവമായിട്ട് എടുത്തില്ല. ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞ വാക്കിനെ അവർ ഗൗരവമായിട്ട് എടുത്തില്ല. എന്താ ഫലം? സകല മാനവജാതിയും പാപത്തിൽ അകപ്പെട്ടു പോകുവാനിടയായിട്ട് തീർന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അതിനെ ഗൗരവമായി എടുക്കുവാൻ ഇടയായിട്ട് തീരണം. വാക്കുകൾ ചെറുതായിരിക്കാം, പക്ഷേ ചെറുതായാലും വലുതായാലും ദൈവിക വാക്കിനെ ഗൗരവമായിട്ട് എടുക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമത്, ഈ സ്ത്രീയിൽ കാണുന്ന മൂന്നാമത്തെ പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ന്യായവിധി വളരെ പെട്ടെന്നായിരുന്നു. ചിന്തിക്കാൻ പറ്റിയില്ല. അയ്യോ, 2 ദിവസത്തിന് മുമ്പൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആലോചിച്ച് മാറ്റാമായിരുന്നു. സമയം കിട്ടിയില്ല. ചിന്തിക്കാനുള്ള സമയം ലോത്തിൻ്റെ ഭാര്യ കിട്ടിയില്ല. തിരിഞ്ഞ മാത്രയിൽ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നു പോയി. പ്രിയമുള്ളവരെ, വളരെ പെട്ടെന്നായിരുന്നു ന്യായവിധിയുടെ ശബ്ദം ഇവൾ മനസ്സ് വകവയ്ക്കാത്തത് കൊണ്ട്, ദൈവിക ന്യായവിധിയുടെ വാക്ക് ഇവൾ വകവയ്ക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ കരുണയുടെ ശബ്ദം ഇവൾ ഗൗരവമായി എടുക്കാത്തത് കൊണ്ട് ന്യായവിധി വളരെ പെട്ടെന്ന് ഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്കുകളെ ഗൗരവമായി എടുത്തുകൊണ്ട് ന്യായവിധി വളരെ പെട്ടെന്ന് അനുഭവിക്കേണ്ടവരാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. മറ്റൊരു കാര്യം കൂടെ ഇവൾ പൊതുവായി കാണുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇങ്ങനെ ഞാൻ പറയട്ടെ, രക്ഷപ്പെട്ടു, പക്ഷേ നശിച്ചുപോയി. സോദോമിൽ നിന്ന് ഇവൾ രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ആ അപാരമായ ക്രോധാഗ്നി സോദോം ഗൊമോറയുടെ മേൽ ചൊരിയുന്നതിൽ നിന്ന് ലോത്തിൻ്റെ കുടുംബം, ലോത്തിൻ്റെ ഭാര്യ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ലോത്തിൻ്റെ ഭാര്യയെ സോദോമിൽ നിന്ന് രക്ഷപ്പെട്ടായിരിക്കാം, പക്ഷേ നീ നശിച്ചു പോയില്ലേ? സോദോമിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഇവൾ നശിച്ചു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനുണ്ട് നിലനിൽക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നമ്മെ നോക്കിയിട്ട് പറയും, ഓ, അവൻ രക്ഷപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ നാട്ടിലൊരു ഒരു മനുഷ്യൻ, മഹാ കള്ളുകുടിയനായൊരു മനുഷ്യൻ, എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹം 24 മണിക്കൂറും കള്ളുകുടിയാണ്. അദ്ദേഹം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു തലവേദനയായി ജീവിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു സുപ്രഭാതം സുവിശേഷം കേട്ടു, രക്ഷയിലേക്ക് കടന്നു വന്നു. നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയാൻ തുടങ്ങി, കൊള്ളാം, രക്ഷപ്പെട്ടു. എന്താ രക്ഷപ്പെട്ടതിന് കാരണം? ദൈവത്തെ അറിഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ദൈവത്തെ അറിഞ്ഞവരെ രക്ഷപ്പെട്ടു എന്ന് നാട്ടുകാർ പറയുന്നവർ കുറേ നാൾ കഴിയുമ്പോൾ ഈ ദൈവത്തെ വേണ്ട എന്ന് വെച്ചാലോ? അതേ നാട്ടുകാർ പറയും, രക്ഷപ്പെട്ടെങ്കിലും അവൻ രക്ഷപ്പെട്ടെങ്കിൽ എന്നാ, അവൻ്റെ മക്കൾ ദേ കണ്ടില്ലേ നശിച്ചു പോയത്. പ്രിയമുള്ളവരെ, എത്രയോ കുഞ്ഞുങ്ങൾ, ഞാനിത് പറയുമ്പോൾ എനിക്ക് വളരെ വലിയ ഭയമുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്. അവർ ഏത് നിലയിലായിത്തീരുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു ഭയനിർദ്ദേശമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രാത്രിയിൽ നമ്മെ പ്രബോധിപ്പിക്കുക. രക്ഷപ്പെട്ടു,
അവൻ രക്ഷപ്പെട്ടെങ്കിൽ എന്നാ, അവൻ്റെ മക്കൾ നശിച്ചുപോയി എന്ന് പറയുവാനിടയായിട്ട് തീരരുത്. ഏലി രക്ഷപ്പെട്ടു, പക്ഷേ ഏലിയുടെ മക്കൾ ഭയാനകമാണ്. നോഹ രക്ഷപ്പെട്ടു, നോഹയുടെ മക്കൾ ഒരു വലിയ ശാപത്തിലേക്ക് പോകുവാനിടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മെ ഇന്ന് രാത്രിയിൽ ദൈവം പ്രബോധിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ രക്ഷപ്പെട്ട് കാണും, പക്ഷേ പകുതി വഴിയിൽ നശിച്ചു പോകുവാനിടയായിട്ട് തീരരുത്. പൗലോസിൻ്റെ വാക്ക് പറഞ്ഞ് ഞാൻ സന്ദേശം നിർത്താം. ഞാൻ നല്ല പോർ പൊരുതു. ഒരുപക്ഷെ നിങ്ങൾ സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടില്ലായിരിക്കാം. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നല്ല പോലെ ജീവിച്ചു, ഒരു മാതാവ് എന്നുള്ള നിലയിൽ നല്ല പോലെ ജീവിച്ചു, ഒരു സഭാ വിശ്വാസി എന്നുള്ള നിലയിൽ നല്ല പോലെ ജീവിച്ചു, ഒരു മൂപ്പൻ എന്നുള്ള നിലയിൽ നല്ല പോലെ ജീവിച്ചു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. അടുത്ത വാക്കാണ് വളരെ പ്രാധാന്യത. എന്താ വാക്ക്? വിശ്വാസം കാത്തു. ദൈവം നമ്മെ സഹായിക്കട്ടെ, നശിച്ചു പോകുവാൻ ഇടയാട്ടത്തീരരുത്. ഇതൊരു ഭയനിർദ്ദേശമായി നമ്മുടെ മുമ്പാകെ എഴുതി വെക്കട്ടെ. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? ഈ ലോത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ ഓർക്കണം. ഒന്ന്, നീതിമാനായ ഒരു വ്യക്തിയുടെ ഭാര്യ ലോത്തിൻ്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് റിമെമ്പർ ലോട്ട്സ് വൈഫ്. രണ്ട്, അതിഥി സൽക്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അതുകൊണ്ട് നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം. മൂന്ന്, ദൈവത്തിൻ്റെ അത്ഭുതം കരം കണ്ട സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അതുകൊണ്ട് നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം. നാല്, ദൈവത്തിൻ്റെ കരുണ നേരിട്ട് ലഭിച്ച സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ത്രീയെ ഓർക്കണം. അഞ്ച്, ന്യായവിധിയുടെ മുന്നറിയിപ്പ് മനസ്സിലാക്കിയ സ്ത്രീയായിരുന്നു ലോത്തിൻ്റെ ഭാര്യ. പ്രിയമുള്ളവരെ, ലോത്തിൻ്റെ ഭാര്യ ഇന്ന് രാത്രി നമ്മുടെ മുമ്പാകെ ഒരു വെല്ലുവിളിയായിട്ട് തീരട്ടെ. ലോത്തിൻ്റെ ഭാര്യ നമ്മുടെ മുമ്പാകെ വിശ്വാസത്തോടുകൂടെ ജീവിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ ഒരു വെല്ലുവിളിയായിട്ട് തീരട്ടെ. ഇങ്ങനെ പോയാൽ പോരാ, ദൈവത്തിൻ്റെ ന്യായവിധി പെട്ടെന്നായി പോകുവാൻ സാധ്യതയുണ്ട്, വഴിമധ്യേ നശിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നിർദ്ദേശങ്ങളിൽ ലോത്തിൻ്റെ ഭാര്യ നമുക്ക് നൽകുന്നത് കൊണ്ട് റിമെമ്പർ ലോട്ട്സ് വൈഫ്. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്രകാരം ഇങ്ങനെ കൂടി വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വചനം കേൾക്കുവാനായിട്ട് ദൈവം വീണ്ടും സാവകാശം തന്നു. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ സന്ദേശം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലോത്തിൻ്റെ ഭാര്യയെ നാം ഓർത്ത് കൊള്ളണം. കർത്താവ് രണ്ട് കാര്യങ്ങളാണ് ഓർത്തുകൊള്ളുവാനായിട്ട് പറഞ്ഞത്. ഒന്ന്, തന്നെക്കുറിച്ച് ഓർക്കുക, തൻ്റെ മരണത്തെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ച് ഓർക്കുക. രണ്ട്, ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുക. വലിയ ഒരു മുന്നറിയിപ്പ്, വലിയ ഭയനിർദ്ദേശമാണ് ലോത്തിൻ്റെ ആ ഭാര്യയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. താൻ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ കണ്ട ഒരു സ്ത്രീ ആയിരുന്നു. വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരുണ എന്താണ് എന്ന് താൻ മനസ്സിലാക്കി. ആ അതിഥി സൽക്കാരത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് താൻ മനസ്സിലാക്കി. ഒരു നീതിമാൻ്റെ ഭാര്യയായിരുന്നു ലോത്ത്. ഇത്രയൊക്കെ അനുഗ്രഹം തനിക്ക് ലഭിച്ചിട്ടും താൻ ആ അനുഗ്രഹങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. ദൈവത്തിൻ്റെ വാക്ക് താൻ ലോത്തിൻ്റെ ഭാര്യ സീരിയസ് ആയിട്ട് എടുത്തില്ല, ഗൗരവത്തോടെ എടുത്തില്ല. അതുകൊണ്ട് താൻ ആ ലോക ഇമ്പങ്ങൾക്ക് പുറകെ പോയി താൻ അവസാനം നശിച്ചു പോയി. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ലോത്ത് വളരെ നല്ല മനുഷ്യനായിരുന്നു എന്നാണല്ലോ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം വലഞ്ഞു പോയ ഒരു നീതിമാനായിരുന്നു. എന്നാൽ ഒരുപക്ഷെ ലോത്തിൻ്റെ മക്കൾ റോൾ മോഡലാക്കിയത്, മാതൃകയാക്കിയത് ഒരുപക്ഷെ അവരുടെ അമ്മയായിരിക്കും, ലോത്തിൻ്റെ ഭാര്യയായിരിക്കും. നമുക്കറിയാം അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ. മോവാബ്യർ, അമ്മോന്യർ എന്ന് പറയുന്ന രണ്ട് ജാതികൾ ആ മക്കളിലൂടെ പിറക്കുകയും എല്ലാ കാലത്തും ഇസ്രായേൽ മക്കൾക്ക് അവർ ഒരു തലവേദനയായി, ഒരു ശല്യമായി മാറുകയും ചെയ്തു. അപ്പോൾ ലോത്തിൻ്റെ ഭാര്യയെ അവർ മാതൃകയാക്കിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, ഇസ്രായേലിന് എന്നും ശല്യമായിരിക്കുന്ന രണ്ട് ജാതികൾ അവരിലൂടെ പിറന്നത്. അതുകൊണ്ട് ഇത് നമുക്കെല്ലാവർക്കും വലിയ ഭയനിർദ്ദേശമാണ്. ലോത്തിൻ്റെ ഭാര്യയുടെ മാതൃകയാണ്. ആ മാതൃക അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് തലമുറകളെ ബാധിക്കുന്ന ആ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുകൂടെ നാം മറന്നു പോകരുത്. അത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. അതോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ആലോചനകൾ ഇന്ന് നമ്മെ കേൾപ്പിച്ച പ്രിയ ഇവാഞ്ചലിസ്റ്റ് ഗോഡ്സൺ കുട്ടമല സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ അനേക പ്രവർത്തനങ്ങൾ താൻ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വരുന്ന ഒരു സഹോദരനാണ്.
പ്രിയ കർത്താസനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വരുന്ന നാളുകളിലും അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ കർത്താസന് ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ എബി സഹോദരനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന ആളുകൾ ദൈവം പ്രിയ സഹോദരനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പേര് ഇന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലും കടന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വരുന്ന ആളുകൾ നിങ്ങൾ കടന്നു വന്ന് സഹകരിക്കുകയും ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. കർത്താസൻ വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ അതിന് സമാനമായ മറ്റ് അനവധി നിമിഷങ്ങളെക്കാൾ ഉത്തമമാകയാൽ സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ചുരുക്കം ചിലരായിട്ടാണെങ്കിലും അവിടുത്തെ വിലയേറിയ വചനത്തിന് മുമ്പാകെ ഇരുപ്പാനും അങ്ങയെ പാടി സ്തുതിപ്പാനും ഒക്കെ അവസരം തന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ അനേക നാളുകളായിട്ട് ഈ ഒരു പ്രവർത്തനം മുടങ്ങാതെ ഇങ്ങനെ പോകുവാൻ അങ്ങ് അവസരം തരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരന്മാരെയും കൂടുതലായിട്ട് അങ്ങ് ശക്തീകരിക്കുകയും വരുന്ന നാളുകൾ ഇത് കൂടുതൽ ശക്തിമത്തായിട്ട് ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും തിരു സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തി അവിടുത്തെ പരിശുദ്ധാത്മാവ് എല്ലാ ശുശ്രൂഷകളെയും നിയന്ത്രിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, പാട്ടുപാടി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ സഹോദരനും കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. വരുന്ന ആളുകളിലും അങ്ങയുടെ ദാസനെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അങ്ങ് പ്രയോജനപ്പെടുത്തണം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് തുടർന്ന് അങ്ങയുടെ വിലയേറിയ വചനത്തിൻ്റെ മുൻപാകെ ഇരുപ്പാൻ ഇന്നും അവസരം തന്നു. കർത്താവെ, പലപ്പോഴും ഇത് ധാരാളം വചനം കേൾക്കുന്നതുകൊണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്ത് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായി ഞങ്ങൾ പലപ്പോഴും തീർന്നു പോകാറുണ്ട്. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ്. എന്നാൽ അതേസമയം തന്നെ ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും അത് മൂർച്ചയേറിയതാണെന്നും അങ്ങയുടെ വിലയേറിയ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ വചനം കേട്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനുദിന ജീവിതത്തിൽ അനുസരിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാം അധികമായി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന് വചനം കൊടുത്തതിനാൽ സ്തോത്രം. പ്രിയ ഞങ്ങളുടെ സഹോദരൻ ഗോഡ്സിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. താൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് ആദരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് കൊടുത്ത എല്ലാ ബൈബിൾ സ്കൂൾ അഭ്യസനത്തിനായിട്ടും താൻ വ്യക്തിപരമായിട്ട് തനിക്ക് വചനം പഠിക്കുവാൻ കൊടുത്ത കൃപയ്ക്കായിട്ടും താൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വരുന്ന ആളുകളിലും കർത്താവേ, ഞങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ പ്രിയപ്പെട്ടവനെ കുടുംബമായി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ടും സ്തോത്രം. ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള ആ വചനം ഞങ്ങൾക്ക് വളരെ പരിചിതമാണ്. എന്നാൽ പലപ്പോഴും കർത്താവെ, അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് ഞങ്ങൾ പോകാറില്ല. ഇന്ന് രാത്രിയിൽ അത് വിശദീകരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ സഹായിച്ചു ശക്തീകരിച്ചു അതിനായിട്ട് സ്തോത്രം. ലോകത്തിൻ്റെ ഭാര്യ ഒരു നീതിമാനായ ലോത്ത് ഞങ്ങൾ വായിക്കുന്നു. നീതിമാനായ ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ട് ദീർഘകാലം ജീവിച്ചു. അനേക കാര്യങ്ങൾ കർത്താവെ, ദൈവത്തിൻ്റെ ഭയത്തിൽ അബ്രഹാമിൽ കൂടെ കിട്ടിയ വെളിച്ചമനുസരിച്ച് ലോത്ത് മനസ്സിലാക്കി. അതെല്ലാം ലോത്തിൻ്റെ ഭാര്യയും മക്കളും അത് കേട്ട് കാണും. എന്നാൽ കർത്താവെ, അതിനനുസരിച്ച് ജീവിക്കുന്നതിൽ ആ സഹോദരി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ആ ചരിത്രം മൊത്തമായി വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല നല്ല ഗുണങ്ങളുണ്ടായിരുന്നു കാണും. അതിസൽക്കാര പ്രിയ ആയിരുന്നു, ഒരു നീതിമാൻ്റെ ഭാര്യയായിരുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടു. ദൈവം അതുകൊണ്ട് ആ കുടുംബത്തോട് കരുണ കാണിച്ചു, ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ കർത്താവെ, ആ മുന്നറിയിപ്പിനെ ഗൗരവമായി പരിഗണിച്ച് അനുസരിക്കാതെ അത് അവഗണിച്ചതിൻ്റെ അനന്തര ദോഷഫലം അനുഭവിച്ചുകൊണ്ട് കർത്താവെ, ഇന്നും ചരിത്രത്തിലുള്ള സാക്ഷിയായി ലോത്തിൻ്റെ ഭാര്യ നിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണമെന്ന് അങ്ങ് കൽപ്പിച്ചു. ഞങ്ങളും ധാരാളം നന്മകൾ അങ്ങയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പോലൊക്കെ പ്രാപിച്ചവരാണ്. കർത്താവെ, ഞങ്ങൾ 1 Corinthians 10:5 വായിക്കുന്ന പോലെ എന്നാൽ അവരിൽ മിക്ക പേരിലും യഹോവ പ്രസാദിച്ചില്ല എന്ന് വായിക്കുന്നു. ഞങ്ങൾ ധാരാളം നന്മകൾ പ്രാപിക്കുന്നു എന്നുള്ളത് ദൈവപ്രസാദത്തിൻ്റെ അടയാളമല്ല എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങളോട് കരുണയുള്ളവനാണ്, കരുണ കാണിക്കുന്നു. എന്നാൽ ഞങ്ങൾ എത്രമാത്രം അങ്ങയോട് വിശ്വസ്തരായി ജീവിക്കുന്നു എന്നുള്ളത് പുനഃപരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഒരു ആത്മപരിശോധനയ്ക്ക് ഞങ്ങളെ തന്നെ വിധേയരാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തരുന്ന കൽപ്പനകൾ അത് ചെറുതെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും
അതെല്ലാം ദൈവം വലുതായി കണക്കാക്കുന്നു. ദൈവം അതിന് ഗൗരവം കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അത് ഗൗരവമായി പരിഗണിച്ച് വരുന്നാൾ ജീവിപ്പാൻ ഞങ്ങളെ അധികം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോളട്ടെ നിങ്ങൾ ഞങ്ങളുടെ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങളൊക്കെ ആത്മീയമായിട്ട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു ഞങ്ങൾക്ക് തോന്നാമെങ്കിലും കർത്താവെ, വീഴ്ചയ്ക്ക് അധികം സമയം വേണ്ട. അതുപോലെ ന്യായവിധി വളരെ പെട്ടെന്നാണ് വരുന്നത്. അതുകൊണ്ട് മുന്നറിയിപ്പ് കൂടാതെ അത് പലപ്പോഴും വരുന്നു. ഞങ്ങളുടെ ആയുസ്സും വളരെ ഹ്രസ്വമാണ്, എപ്പോൾ അത് തീരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വരുന്ന ദിവസങ്ങൾ ജീവിപ്പാൻ ഇന്ന് കേട്ട ഈ ആലോചന മുഖാന്തരവും ഞങ്ങളെല്ലാവരെയും അധികമായി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു. കർത്താവെ, അങ്ങയുടെ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. ഇനി ഞങ്ങൾ തമ്മിൽ കാണുന്നതുവരെ അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധവെച്ച് കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് മാത്രം ഇരിക്കട്ടെ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിശേഷം ഞങ്ങളുടെ വചനം ശുശ്രൂഷയുടെ ദാസനോടും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.